2026 ഫെബ്രുവരി 1 സിറാജ് എഡിറ്റോറിയൽ സി.ജെ. റോയിയുടെ മരണം ഉയർത്തുന്ന സന്ദേഹങ്ങൾ. കേരളത്തെയും വ്യവസായ ലോകത്തെയും ഞെട്ടിച്ച സംഭവമാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനും മലയാളി വ്യവസായിയുമായ സി.ജെ. റോയിയുടെ ആത്മഹത്യ. ആദായനികുതി ഉദ്യോഗസ്ഥരുടെ റെയ്ഡാണ് റോയിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയതും ആത്മഹത്യയിലേക്ക് നയിച്ചതുമെന്നുമാണ് പ്രാഥമിക വിലയിരുത്തൽ. മരണത്തിനു തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലും വസതിയിലും 70 മണിക്കൂറിലധികം നീണ്ട റെയ്ഡാണ് നടന്നതെന്നാണ് റിപ്പോർട്ട്. ബെംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കെയായിരുന്നു അദ്ദേഹം ജീവനൊടുക്കിയത്. ഡിസംബറിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിൽ വിശദമായ പരിശോധന നടത്തിയതും അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകിയതുമാണ്. പിന്നെയും ദിവസങ്ങൾക്കകം ഇ.ഡി. റെയ്ഡിനെത്തിയതാണ് റോയിയെ കനത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയതെന്ന് കുടുംബം ആരോപിക്കുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് കർണാടക സർക്കാരിനു നൽകിയ പരാതിയിലും ആദായനികുതി ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. റെയ്ഡുകൾ പലപ്പോഴും സാമ്പത്തിക പരിശോധനയേക്കാളുപരി വ്യക്തികളെ മാനസികമായി തളർത്താനും പീഡിപ്പിക്കാനുമുള്ള ഉപകരണമായി മാറുന്നുവെന്ന ആരോപണത്തെ ശരിവെക്കുന്നതാണ് സംഭവം. റോയിയുടെ കാര്യത്തിൽ നിയമം നടപ്പാക്കാൻ വന്നവർ മനുഷ്യത്വം മറന്നുപോയെന്ന ആക്ഷേപം ഗൗരവതരമായി കാണേണ്ടതാണ്. ഒരു ഭാഗത്ത് സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, സുഗമമായി ബിസിനസ്സുകൾ തുടങ്ങാനും നടത്താനുമുള്ള അന്തരീക്ഷം ഉറപ്പു നൽകുമ്പോൾ, മറ്റൊരു ഭാഗത്ത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വ്യവസായികളെയും വ്യാപാരികളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. കോവിഡ് മഹാമാരിക്കു ശേഷമുള്ള ലോകത്ത് റിയൽ എസ്റ്റേറ്റ്, ചിട്ടി മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന സി.ജെ. റോയിയെപ്പോലുള്ള സംരംഭകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ഈയൊരവസ്ഥയിൽ സൗഹൃദപരമായും സമ്മർദ്ദത്തിനു വിധേയമാക്കാതെയുമായിരിക്കണം ഭരണകൂടത്തിന്റെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെയും ഇടപെടൽ. നികുതി വെട്ടിപ്പുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും നിയമപരമായ വഴികൾ സ്വീകരിക്കുകയും വേണം. അതുപക്ഷേ ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലാകരുത്. പതിറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പരിശോധനയ്ക്കെത്തുമ്പോൾ കുറ്റവാളിയോടെന്ന മട്ടിലായിരിക്കരുത്. മാന്യമായിരിക്കണം ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവും ഇടപെടലും. മറിച്ചുള്ള സമീപനം സംരംഭകന്റെ ആത്മവിശ്വാസം തകർക്കുകയും രംഗത്ത് പിടിച്ചു നിൽക്കാനുള്ള മാനസികാവസ്ഥ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഭരണകൂട പീഡനം മൂലം ഒരു വ്യവസായി തന്റെ സംരംഭത്തിൽ നിന്ന് പിന്മാറാനോ ജീവിതം തന്നെ അവസാനിപ്പിക്കാനോ ഇടവരുമ്പോൾ ആ വ്യവസായം മാത്രമല്ല, അതിൽ നിന്ന് ലഭ്യമായിരുന്ന നികുതിപ്പണവും നൂറുകണക്കിന് പേരുടെ തൊഴിലും കൂടി ഇല്ലാതാകുന്നുവെന്ന കാര്യം ഉത്തരവാദപ്പെട്ടവർ ഓർത്തിരിക്കേണ്ടതുണ്ട്. സി.ജെ. റോയിയുടെ മരണം ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ സംരംഭകർക്ക് ഭയരഹിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഭരണകൂടം സന്നദ്ധമാകണം. എങ്കിലേ രാജ്യത്ത് സാമ്പത്തിക മേഖലയുടെ വളർച്ച ത്വരിതപ്പെടുകയുള്ളൂ. റെയ്ഡിന്റെ പേരിൽ വ്യവസായികളെ സമ്മർദ്ദത്തിലാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ രംഗത്തേക്ക് കടന്നുവരാൻ സംരംഭകർ വിമുഖത പ്രകടിപ്പിക്കും. നികുതി വെട്ടിപ്പ് കണ്ടെത്തുകയെന്നതിനപ്പുറം രാഷ്ട്രീയ വിരോധം തുടങ്ങി ബാഹ്യ താൽപര്യങ്ങളാണ് ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പല ഇ.ഡി. റെയ്ഡുകൾക്കും പിന്നിൽ. സി.ജെ. റോയിക്ക് ഒരു പാർട്ടിയുമായും പരസ്യമായ രാഷ്ട്രീയ ബന്ധമുണ്ടായിരുന്നില്ലെങ്കിലും കർണാടകയിലെ ഭരണകക്ഷി നേതാക്കളുമായി അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് വിവരം. കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറുമായി റോയിക്കുണ്ടായിരുന്ന അടുപ്പം പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പിനെതിരായ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കർണാടകയിലെ ഭരണകക്ഷി നേതാക്കൾ ആരോപിക്കുകയും ചെയ്യുന്നു. സംസ്ഥാനത്തെ വ്യവസായികളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്ന തരത്തിലുള്ള പ്രസ്താവനകളും കർണാടക നേതാക്കളുടെ ഭാഗത്തു നിന്നുയരുന്നുണ്ട്. കഴിഞ്ഞ വാരത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ബാംഗ്ലൂരുവിൽ 700 കോടി രൂപയ്ക്കുള്ള ഭൂമി വിൽപ്പന നടത്തിയിരുന്നു. ഈ പണം കേരളത്തിലെ ചില പദ്ധതികളിൽ നിക്ഷേപിക്കാനിരിക്കെ കേന്ദ്ര ഭരണകക്ഷി വൻതുക സംഭാവന ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് സാധിച്ചെടുക്കാനുള്ള സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു റെയ്ഡെന്നും പറയപ്പെടുന്നു. ഇ.ഡിയുടെ നിരന്തര പരിശോധനയ്ക്കെതിരെ കോൺഫിഡന്റ് ഗ്രൂപ്പ് കർണാടക ഹൈക്കോടതിയിലും ട്രിബ്യൂണലിലും നിയമപോരാട്ടം നടത്തിവരികയുമാണ്. കേന്ദ്ര ഏജൻസികളുടെ പരിശോധനകളിൽ മനുഷ്യത്വപരമായ നിലപാടിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് സി.ജെ. റോയിയുടെ മരണം.
ഒരു സ്ഥാപനത്തിൽ നടത്തുന്ന റെയ്ഡ് ദിവസങ്ങളോളം നീണ്ടുപോകാതെ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുകയും സംരംഭകരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് സമ്മർദ്ദത്തിലാക്കുന്ന പ്രവണത അവസാനിപ്പിക്കുകയും വേണം. രേഖകൾ ഡിജിറ്റലായി പരിശോധിക്കാൻ സൗകര്യമുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ ദിവസങ്ങളോളം ഓഫീസുകളിലും സംരംഭകന്റെ വീടുകളിലും നിരങ്ങുന്നതെന്തിനാണ്? റെയ്ഡുകൾ പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലാക്കുകയും വേണം. ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം വിലയിരുത്താൻ ഇത് സഹായിക്കും.